ശബരിമലയ്ക്ക് പോണ അയ്യപ്പ ഭക്തന്മാരിതാ ഈ ഉമ്മയോട് നന്ദി പറഞ്ഞിട്ട് ഇപ്പൊ യാത്ര തിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഉമ്മ, ഇവിടെ ദിനം പ്രതി എത്രത്തോളം ആളുകൾ സ്വാമിമാര് വരാറുണ്ട് ഇവിടെ? ഇന്ന് 3 വണ്ടി വന്നിട്ടുണ്ട്. ഇന്നിപ്പോ 3 വണ്ടി വന്നിട്ട് ഇപ്പൊ അവരെന്തൊക്കെയാണ് ചെയ്തത്? രാവിലെ 7:30 തുടങ്ങിയതാണ്. 2 കൂട്ടർ ഇവിടെ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി പോയി. ഒരു കൂട്ടർ അവിടെ മേലെ വെച്ച് ഭക്ഷണം ഉണ്ടാക്കി, വെള്ളമൊക്കെ എടുത്ത് കുളി എല്ലാം കഴിച്ചു. വളരെ സന്തോഷമുള്ള ഒരു കാഴ്ച. മലപ്പുറം ചെമ്മാടുന്ന് ഒരു ഉമ്മ ശബരിമലക്ക് തീർത്ഥാടനത്തിന് പോകുന്ന ഒരു കൂട്ടം വിശ്വാസികൾക്ക് ഭക്ഷണം കഴിക്കാനും പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനും സൗകര്യം ചെയ്തു കൊടുക്കാം. ജനങ്ങളെല്ലാവരും ഒന്നാണ്, മനുഷ്യരൊന്നാണ്, മതമല്ല നമ്മൾ വ്യത്യാസമുള്ളൂ. മതത്തിന് വേണ്ടി മനുഷ്യരെ നമുക്ക് വേർതിരിക്കേണ്ട ആവശ്യം. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. വളരെ സന്തോഷമുള്ള ഒരു കാഴ്ച. മലപ്പുറം ചെമ്മാടുന്ന് ഒരു ഉമ്മ ശബരിമലക്ക് തീർത്ഥാടനത്തിന് പോകുന്ന ഒരു കൂട്ടം വിശ്വാസികൾക്ക് ഭക്ഷണം കഴിക്കാനും പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനും സൗകര്യം ചെയ്തു കൊടുക്കാം. മാഷാ അല്ലാഹ്, ഇന്ന് ഇങ്ങനെയുള്ളൊരു കാഴ്ച നിർബന്ധമായിട്ടും എല്ലാവരും കാണേണ്ട കാഴ്ചയാണ്. ഇതെൻ്റെ ജില്ലയിൽ നിന്ന് ചെമ്മാട് എന്നാണ് ഒരു ഉമ്മ. ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇന്ന് ഈ വീഡിയോ നിങ്ങളോട് പങ്കുവെക്കണം തോന്നി. കാരണം നമ്മുടെ ഒരുപാട് ആളുകൾ മലപ്പുറം ജില്ലയിലുള്ള ആളുകളെ കുറിച്ചൊരു തീവ്ര സ്വഭാവമുള്ള ആളുകളാണ്, മറ്റു മതക്കാരോട് ഒരു പരിഗണന നൽകാത്തവരാണെന്ന് വിശ്വസിക്കുന്ന ഒരു കാലത്ത് ഇതുപോലത്തെ വീഡിയോ ആണ് നമ്മൾ ജനത്തിന് കാണിച്ചു കൊടുക്കേണ്ടത്. നിങ്ങൾ ഈ കാഴ്ച ഒന്ന്. ശബരിമലയ്ക്ക് പോണ അയ്യപ്പ ഭക്തന്മാരിതാ ഈ ഉമ്മയോട് നന്ദി പറഞ്ഞിട്ട് ഇപ്പൊ യാത്ര തിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഇവർ മാത്രമല്ല, ദിനം പ്രതി ഒരുപാട് പ്രിയപ്പെട്ടവരാണ് അയ്യപ്പ സന്നിധിയിലേക്ക് പോകുമ്പോൾ ഇവിടെ വരുന്നത്. ഇത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മയെ കാണാൻ തന്നെയാണ്. അതൊരു വലിയ നന്മ നിറഞ്ഞ ഒരു ചേർത്തുപിടുത്താണ് കേട്ടോ. ഈ ഉമ്മയെ അത്രയും ഇഷ്ടമാണ് അയ്യപ്പ ഭക്തന്മാർക്ക്. ഒരു മതമൈത്രിയുടെ ഒരു കഥയാണ് പ്രിയപ്പെട്ടവർ. നമ്മുടെ മലപ്പുറം ഇങ്ങനെയാണ് അല്ലേ? നമ്മുടെ മലപ്പുറത്തിൻ്റെ നന്മ ഒരിക്കലും എന്താ പറയുക, ആര് തച്ചുടക്കാൻ ശ്രമിച്ചാലും നടക്കൂല എന്നുള്ളതാണ് മക്കളെ. ഇത് കണ്ടു നോക്കി. അപ്പോൾ പ്രിയപ്പെട്ടവർ, ഒരുപാട് പ്രിയപ്പെട്ട ശബരിമല തീർത്ഥാടകർ വന്നുകൊണ്ടിരിക്കുന്നതാണ് ഈ ഉമ്മാൻ്റെ ഈ വീട്ടിൽ കിട്ടോ. അത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഈ ഒരു പരിസരങ്ങളിതാ ഇവിടെ കംപ്ലീറ്റ് കിടന്നുറങ്ങലും ഇവിടെ വെച്ചുണ്ടാക്കലും ഇനി വേണ്ട എല്ലാം. അതായത് എന്താ ഞാൻ പറയാം, ഈ ഉമ്മാൻ്റെ ഈ വീട്ടുകാരുടെയൊക്കെ സ്നേഹത്തിന് മുന്നിൽ നമ്മൾ എപ്പോഴും നമിക്കുകയാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉമ്മാനെ നിങ്ങളെ മുന്നിൽ ഒന്ന് പരിചയപ്പെടുത്തുന്നത്. ഉമ്മ, ഇവിടെ ദിനം പ്രതി എത്രത്തോളം ആളുകൾ സ്വാമിമാര് വരാറുണ്ട് ഇവിടെ? ഇന്ന് 3 വണ്ടി വന്നിട്ടുണ്ട്. ഇന്നിപ്പോ 3 വണ്ടി വന്നിട്ട് ഇപ്പൊ അവരെന്തൊക്കെയാണ് ചെയ്തത്? രാവിലെ 7:30 തുടങ്ങിയതാണ്. 2 കൂട്ടർ ഇവിടെ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി പോയി. ഒരു കൂട്ടർ അവിടെ മേലെ വെച്ച് ഭക്ഷണം ഉണ്ടാക്കി, വെള്ളമൊക്കെ എടുത്ത് കുളി എല്ലാം കഴിച്ചു പോയി. ഇവിടെ കുളിക്കാൻ വരുന്നു, ഇവിടെ ഭക്ഷണം ഉണ്ടാക്കാൻ വരുന്നു, ഇവിടെ കിടന്നുറങ്ങുന്നു. പിന്നെ എങ്ങനെ തോന്നുന്നു? ഇങ്ങനെ ഒരു മനസ്സൊക്കെ അപൂർവം ആളുകൾക്ക് തോന്നുള്ളൂ. ഇങ്ങനെ എന്തുകൊണ്ട് അങ്ങനെ തോന്നാനുള്ള കാരണം വരുമ്പോ നമുക്കൊരു ബുദ്ധിമുട്ടില്ലല്ലോ, അതുകൊണ്ട് അവർക്കൊണ്ട് അവരാകുമ്പോ അങ്ങനെ ഒരു മാറ്റി നിർത്തലൊന്നും തോന്നിയിട്ടില്ല. ഇല്ല, എന്ത് മാറ്റി നിൽക്കണ? ജനങ്ങളെല്ലാവരും ഒന്നാണ്, മനുഷ്യരൊന്നാണ്, മതമല്ല നമ്മൾ വ്യത്യാസമുള്ളൂ. മതത്തിന് വേണ്ടി മനുഷ്യരെ നമുക്ക് വേർതിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. എൻ്റെ കിച്ചൻ്റെ അവിടെ പോയൊക്കെ ഇപ്പോഴും 2 ആളുണ്ട് ഹിന്ദുസ്ഥര്. അല്ല, പിന്നെ നമ്മളെ സെർവന്റ് നമുക്ക് അങ്ങനെ ജാതി വ്യത്യാസങ്ങളൊന്നുമില്ല. ശരി. അപ്പൊ എല്ലാ മതസ്ഥരെയും ഒരുമിച്ച് ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോ ഈ ഒരു മണ്ഡലക്കാലം ആകുമ്പോ ഈ വീട്ടിലേക്ക് പിന്നെ ഒരുപാട് സ്വാമിമാർ വരാറുണ്ട്. എല്ലാ പ്രാവശ്യം വരാറുണ്ട്. പക്ഷെ അന്ന് ഇത്ര ആളുകൾ കാണൂലായിരുന്നു, കാരണം റോഡ് കുറച്ച് അങ്ങോട്ടല്ലേ. അപ്പൊ അവര് വന്നിറങ്ങി ഭക്ഷണമൊക്കെ കഴിച്ച് പോവാറായിരുന്നു. ഇപ്പൊ ജനങ്ങൾ കാണുന്നുണ്ട് റോഡിന്റെ അടുത്തേക്ക് എത്തി. അത്രേ ഉള്ളൂ. അവർക്ക് അറിയില്ല ഇത് ആരെ വീടാന്നൊന്നും. ഇല്ല, അതൊന്നും അറിയില്ല. എനിക്ക് തോന്നുന്നു ഇവര് ലൊക്കേഷൻ വിട്ട് കൊടുക്കണ്ട ഡ്രൈവർമാരെന്ന് ഒരു സംശയം. കാരണം പിറകെ വരുമ്പോഴേ ഇങ്ങനെ സൗകര്യം ഇവിടെ ഉണ്ടെന്ന് അവര് പറയുണ്ടാവും. അതായിരിക്കും കൂടെ വരുന്നത് അല്ലേ? സൗകര്യം ഉണ്ടാവും എന്നുള്ളത്, ബുദ്ധിമുട്ടില്ല എന്നുള്ളത് ബുദ്ധിമുട്ട്. അതെ. പിന്നെ നിങ്ങളൊരു മനസ്സുമാണ് അവരെ ഇവിടെ എത്തിച്ചിട്ടുള്ളത്. ഞാനിപ്പോ വന്നപ്പോ തന്നെ ഞാനും തന്നെ കൂരിയാട്ടിക്ക് പോകുമ്പോഴാണ് ഒരുപാട് സ്വാമിമാര് ഇവിടെ. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് രാവിലെ മുതലേ ഇവിടെ സ്വാമിമാര് ഭക്ഷണം ഉണ്ടാക്കുന്നു, കുളിക്കുന്നു, ഇവിടെ കിടന്നുറങ്ങുന്നു. നിങ്ങൾ എന്തൊക്കെയാ വേണ്ടിച്ചാൽ അത്രയും സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നു. അതിന്റെ കൂടി എന്തെങ്കിലും സംഭവിച്ചു അവരടുത്തുനിന്ന് ഒരു ടാപ്പ് പൊട്ടി, അത് അവരെന്നെ ഞങ്ങൾക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തു തന്ന ഞങ്ങളെ ടാപ്പ് ഞങ്ങളടുത്തുനിന്ന് പൊട്ടിയതുകൊണ്ട് ഞങ്ങൾ തന്നെ നന്നാക്കി തരാൻ അവരെന്നെ നന്നാക്കി വെച്ച് പോയി. വേറെ വാങ്ങി കൊണ്ടുവന്ന് കടയിൽ പോയി വാങ്ങി കൊണ്ടുവന്ന് അവരെ നന്നാക്കി. ഞാൻ പറഞ്ഞു വേണ്ട അവിടെ വെച്ചോളൂ, ഞാൻ വൈകുന്നേരം നോക്കാറുണ്ട്. ഇല്ല, അത് ഞങ്ങൾ നന്നാക്കിയിട്ടേ പോവുള്ളൂ, അത് ഞങ്ങളടുത്തുനിന്ന് കേട് വന്നതാണല്ലോ. അത് ശരി. അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങള് പിന്നെ അവരോട് അത്രയും സഹകരണ മനോഭാവം കാണിക്കുന്നതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താ വെച്ചാല്
ഇങ്ങനെ ആവണം ഓരോരോ ആളുകളും, അതായത് ജാതിയോ മതമോ അല്ല വലുത് അല്ലേ? അല്ലല്ല, ജാതി മതം എന്നല്ല, മനുഷ്യരാണ് വലുത്. മനുഷ്യ സ്നേഹമാണ് വലുത്. സ്നേഹമാണ് വലുത്. അതാണ് ഇപ്പൊ ഉമ്മ കാണിച്ചത്. നിങ്ങളുടെ പേരെന്താണ്? ഷെരീഫ. മൊയ്തീൻ ഷാ അല്ലേ? നിങ്ങൾ ഇവിടെ മൂപ്പരെന്താ ചെയ്യുന്നത്? അബുദാബിയിലാണ് അല്ലേ? അപ്പൊ ഇക്ക അബുദാബിയിലുള്ള മൊയ്തീൻക്ക, അപ്പോൾ ഒരുപാട് സന്തോഷം. നിങ്ങളെ വീട് കേട്ടോ വലിയൊരു നന്മ നിറഞ്ഞൊരു വീടാണ്. എനിക്ക് ഒരുപാട് സന്തോഷം. നല്ലൊരു പ്രവൃത്തി ഇവിടെ കണ്ടപ്പോൾ, അത് ഏത് മതത്തിലാണെങ്കിലും എന്നെ സംബന്ധിച്ചാണെങ്കിലും ഞാൻ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ഇത്തരത്തിലുള്ള നല്ല പ്രവർത്തികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇത്ര നല്ലൊരു പ്രവൃത്തി കണ്ടപ്പോൾ, ഇപ്പോൾ ഇവിടെ ഭക്ഷണം ഈ ഭാഗത്തേക്ക് ഇല്ലേ, ഇവിടെ അല്ലേന്നാ അവിടെ ഭക്ഷണം ആ ഭാഗത്തുനിന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെ വെച്ചിട്ട് അവർ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ രാവിലെ പോയിട്ടുണ്ട്, എങ്കിലും കുഴപ്പമില്ല. എന്തായാലും ഉമ്മ എല്ലാ കാര്യങ്ങളും നമ്മളോട് സംസാരിച്ചു. ഒരുപാട് സന്തോഷമുണ്ട്. ഇനി ഇതൊക്കെ കാണുമ്പോൾ ജനങ്ങൾ ഒരുപാട് പേര് ഇതിനെ നല്ല രീതിയിൽ തന്നെ ആഗ്രഹിക്കുന്നുണ്ടാവും, ഒരുപാട് പ്രിയപ്പെട്ടവർ. എന്തായാലും ഒരുപാട് ആളുകളുടെ പ്രാർത്ഥനയും അനുഗ്രഹമൊക്കെ നിങ്ങളുടെ കുടുംബത്തിനും ഉണ്ടാവട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. പിന്നെ ഇത്തരം ഈ സ്വാമിമാർ വരുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ലല്ലോ? ഇല്ലില്ല, ഒന്നും തോന്നിയിട്ടില്ല. മനസ്സുകൊണ്ട് ഒന്നും തോന്നിയിട്ടില്ല. അവർ നല്ല ഭക്തിയോടെ കൂടി പോകുന്നവരല്ലേ. അവരതേപോലെ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അവർ നന്ദി പറഞ്ഞാലും അവർക്ക് തീരുന്നില്ല. ഇനിയിപ്പോ ഇതിലോട്ട് വന്നു പോയാലും നിങ്ങൾക്ക് സന്തോഷമുള്ളൂ. നമ്മള് ഇവിടെ താമസിച്ച കാലം തൊട്ടേ സ്വാമിമാരെന്നല്ല ആരും നമ്മൾ വെക്കാറില്ല. അവർക്കുള്ള സൗകര്യങ്ങൾ ചെയ്തത്. ഞാൻ ഞങ്ങളിവിടെ പുറത്ത് ബാത്റൂം തന്നെ പുറത്തുനിന്ന് ആരെയും വന്ന് ഉപയോഗിച്ചോട്ടെ വിചാരിച്ച് കെട്ടിയതാണ്. ആരും ഉപയോഗിക്കലില്ല. അത് ശരി. അപ്പൊ അത്രയും സ്നേഹമുള്ള ഒരു വീട്ടുകാരാണ് പ്രിയപ്പെട്ടവര്. നമ്മളിപ്പോ സ്വാമിമാര് വന്നത് എന്ന് മാത്രമല്ല, എല്ലാവരും ആരും വന്നോട്ടെ വീട്ടില്. അവർക്ക് എന്തൊക്കെയാണോ വെച്ചാൽ ആ സ്നേഹം ഉമ്മാന്റെ ഭാഗത്തുനിന്നും കുടുംബത്തിന്റെ ഭാഗത്തുനിന്നൊക്കെ കൊടുക്കുന്നുണ്ട്. ഇവിടെ ഒരു സ്വാമിമാരെ മാത്രം ബേസ് ചെയ്ത് പറയല്ല. ഇവിടെ വന്നപ്പോഴാണ് നിങ്ങളെ കുറിച്ച് കൂടുതൽ അറിഞ്ഞത്. എന്നെ റഫീഖാണ് എന്നോട് കൂടുതലും കാര്യങ്ങളും പറഞ്ഞത് കേട്ടോ. ആയിക്കോട്ടെ. ആ ഉമ്മയുടെ മനസ്സ് തട്ടിയിട്ടുള്ള വാക്കുകൾ നിങ്ങൾ കേട്ടില്ലേ? എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് നമ്മളൊക്കെ ജീവിതത്തിൽ വേണ്ടത് അല്ലേ? ജാതിയോ മതമോ എന്നുള്ളതൊന്നല്ല, എല്ലാവരും മനുഷ്യരാണ്. ആ ഒരു തിരിച്ചറിവ് തന്നെയാണ് അയ്യപ്പ ഭക്തന്മാർ ദിനംപ്രതി ഈ വീട്ടിലേക്ക് വരുന്നു, കുളിക്കുന്നു, എല്ലാ സൗകര്യങ്ങളും, ഭക്ഷണം ഇവിടെ ഉണ്ടാക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നു. അത് കഴിഞ്ഞ് വിശ്രമിക്കാനുള്ള ഈ മുറ്റം അവർ ഒഴിഞ്ഞു കൊടുക്കുന്നു. എല്ലാം കൊണ്ടും പുറത്ത് ബാത്റൂം എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. അവരത്രയും നന്മയുള്ളൊരു വ്യക്തികളായതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഏതായാലും ഇത്തരത്തിലുള്ള നന്മ നിറഞ്ഞ കാഴ്ചകൾ തന്നെയാണ് നമ്മളെ മലപ്പുറത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഉമ്മയ്ക്ക് എന്തായാലും സന്തോഷമായി. ഇങ്ങനെ ആർക്കെങ്കിലും ഒക്കെ ഒരു തീർത്ഥാടകർക്ക് ഭക്ഷണം കൊടുത്താൽ അതൊക്കെ മോശമായിട്ട് കരുതുന്ന ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് ഓരൊക്കെ വേറെ മതക്കാരല്ലേ, ഓർക്കൊക്കെ കൊടുക്കാൻ പാടുണ്ടോ, അങ്ങനെ കൊടുത്താൽ ഇസ്ലാം നഷ്ടപ്പെടുമോ, അതൊക്കെ അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമുള്ള പ്രോത്സാഹിപ്പിക്കല്ലേ എന്നൊക്കെ കരുതിയിട്ട് വിശ്വസിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ദയവേദി വഴിക്ക് വരണ്ട. ഇങ്ങനെയാണ് യഥാർത്ഥ സ്നേഹം. ഒരു വിശ്വാസിക്ക്, ഒരു നല്ല വിശ്വാസിക്കാണ് വേറൊരു വിശ്വാസിനെ മനസ്സിലാവുള്ളൂ. ആ അർത്ഥത്തിൽ ഉമ്മ ചെയ്തത് 100% നല്ല കാര്യം. പിന്നെ ഈ വെള്ളാപ്പള്ളിനെ പോലെയുള്ള ആളുകൾ ഒന്നനഞ്ഞ രണ്ടാമത്തേന് മലപ്പുറം ജില്ലയിലുള്ള ഒരു മതത്തിൻ്റെ അങ്ങനെയാണ് ഇങ്ങനെയാണ് തീവ്ര സ്വഭാവക്കാരാണെന്ന് പറയുന്ന വെള്ളാപ്പള്ളി ഈ വീഡിയോ ഒന്ന് കാണും. ഇഷ്ടംപോലെ ശബരിമലക്ക് പോകുന്ന ആളുകൾ ഇങ്ങനെ കയറിയിട്ട് ആ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കണം എന്നുണ്ടെങ്കിൽ, ആ വീട്ടിൽ നിന്ന് കുളിക്കണം എന്നുണ്ടെങ്കിൽ, പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കണം എന്നുണ്ടെങ്കിൽ എത്രത്തോളം നന്മ ആ ഉമ്മയുടെ കയ്യിലുണ്ടാവും. എന്തായാലും ഈ വീഡിയോ എനിക്ക് ഒരുപാട് സന്തോഷമായി, വലിയൊരു പ്രചോദനമുള്ളൊരു വീഡിയോ. പരമാവധി നിങ്ങൾ ഒരു പക്ഷേ ഈ വീഡിയോ, ഇതിൻ്റെ ഒറിജിനൽ വീഡിയോ നിങ്ങൾ നേരത്തെ കാണിച്ച വീഡിയോകൾ കണ്ട ആളുകളൊന്ന് കമൻറ്റ് ചെയ്യണേ. എന്തായാലും ഈ വീഡിയോ എനിക്ക് തോന്നി ഇന്നത്തെ കാലത്ത് വളരെ പ്രാധാന്യമുള്ളൊരു വീഡിയോ ആണ്. ഇത്തരം വീഡിയോകളാണ് നമ്മൾ പരമാവധി ഷെയർ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. ആ ഉമ്മ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് ഒരുപാട് അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മയും ഉണ്ടാവും. കാരണം എൻ്റെ ഗുരുനാഥനെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്, നമ്മുടെ പള്ളികളാണെങ്കിലും മദ്രസകളിലാണെങ്കിലും ശബരിമല തീർത്ഥാടനത്തിന് പോകുന്ന ആളുകൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കണം. അവർക്ക് പ്രാഥമിക ആവശ്യം നിർവഹിക്കാനുള്ള സൗകര്യങ്ങൾ കൊടുക്കാൻ പറ്റും. അങ്ങനെ ചെയ്യണമെന്ന് പഠിപ്പിച്ചൊരു ഗുരുനാഥനാണ് എനിക്കുള്ളത്. അപ്പോൾ അത് ഉമ്മ പ്രാവർത്തികമായിട്ട് കാണിച്ചു എന്നുള്ളതാണ്. മാഷാ ഈ കാഴ്ച കണ്ടപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കൂടി പങ്കുവെക്കണം തോന്നിയിട്ടാണ് ഞാനിത് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു നിങ്ങൾക്ക് ദീനിലും ദുനിയാവിലും ഒരുപാട് പ്രതിഫലം നൽകും. എന്തായാലും ഈ വീഡിയോ എനിക്ക് ഒരുപാട് പോസിറ്റീവ് എനർജി ഉണ്ടാക്കിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യണേ. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.